ഇനിയും കാത്തിരിക്കണോ പറയാൻ മടിയുള്ളവർക്ക് വേണ്ടി? എത്ര നാളായി നിങ്ങൾ ഈ സത്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്നു? ദിവസങ്ങൾ, മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ. ഒരാളെ കാണുമ്പോൾ തന്നെ ഉള്ളിൽ തോന്നുന്ന ആ വികാരം പറയാൻ എടുത്തു വയ്ക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്ന ആ വാക്ക്. വൺ സൈഡ് ലവ് എന്ന് പേരിട്ട് ഇതിനെ ഒതുക്കി വെച്ചുകൊണ്ട് നിങ്ങൾ ഇനിയും എത്ര കാലം മുന്നോട്ട് പോകേണ്ടി വരും? ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. തുറന്നു പറഞ്ഞാൽ നഷ്ടമാകുമോ എന്ന പേടി. അവർ എന്നെ ഒഴിവാക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സൗഹൃദം ഇല്ലാതാകുമോ? വീട്ടുകാരുടെ പേടി. എൻ്റെ സാഹചര്യം വീട്ടുകാർ അറിഞ്ഞാൽ എന്തായിരിക്കും അവർ ചിന്തിക്കുക? ഏറ്റവും വലിയ പേടി നോ എന്ന് കേൾക്കുമോ എന്നതാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പ്രണയത്തിന് ആയുസില്ല. ഒന്നുകിൽ അത് നിങ്ങൾ പറയണം, അല്ലെങ്കിൽ അത് മരിച്ചു പോകണം. പറയാതെ മരിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരുപക്ഷെ നോ കേൾക്കുകയെങ്കിലും ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു സമാധാനമെങ്കിലും ഉണ്ടാകും. അതെ, ഞാൻ ശ്രമിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് എങ്കിൽ അത് മാന്യമായിട്ട് അവരോട് ചോദിക്കുക. അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. ആത്മവിശ്വാസത്തോടെ സമീപിക്കുക. കള്ളം പറയേണ്ടതില്ല, മറ്റൊരാളെ പോലെ അഭിനയിക്കേണ്ടതുമില്ല. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ കാര്യങ്ങൾ പറയുക. ആത്മാർത്ഥതയോടെ പറയുന്ന ഏത് കാര്യവും മാന്യമായാണ്. ഫലം എന്തുതന്നെ ആയാലും അവർ യെസ് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി. നോ ആണെങ്കിൽ ഈ ബാധ്യതയിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് വേണം വിചാരിക്കാൻ. ഇനി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഒരു പുതിയ വഴി തുറന്നു കിട്ടും. ഈ വീഡിയോ കണ്ടു നിർത്തുകയല്ല വേണ്ടത്. ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ ആ വ്യക്തിക്ക് ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് സംസാരിക്കുകയോ ചെയ്യുക. ആ ഒരു നിമിഷത്തെ ധൈര്യം മതി നിങ്ങളുടെ ജീവിതം മാറാൻ. പറയാൻ മടിക്കുന്ന വാക്കുകൾ പിന്നീട് ജീവിതകാലം മുഴുവൻ ബാധിക്കുന്ന ഒരു കുറ്റബോധമായി മാറരുത്. തുറന്നു പറയൂ. നിങ്ങൾ അറിയിക്കുന്ന സന്തോഷം നിങ്ങളുടേതാണ്. അത് സ്വന്തമാക്കാൻ ഒരു ചെറിയ ചുവടുവെപ്പ് മാത്രം നടത്തും.